ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും പരിശുദ്ധ അമ്മയുടെ കൈകളിൽ നമ്മുടെ പ്രതിസന്ധികളെ ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആ വിഷമത്തിൽ, നമ്മുടെ ആ വേദനയിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി പരിശുദ്ധ അമ്മയോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാവുന്ന രീതിയിലാണ് ഞാൻ ചൊല്ലുന്നത്. ഏറ്റവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോ ആൻഡ് ജി മീഡിയ എന്ന ഈ പ്രാർത്ഥനാ ചാനലിലൂടെ ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏറ്റവും വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പ്രിയ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ. ഈശോയെ, ഞാൻ വിളിക്കുമ്പോൾ എല്ലാം ഓടി വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന സ്നേഹമേ, അങ്ങയുടെ വാത്സല്യത്തിന് പാത്രമായി ജീവിക്കുവാൻ, അവിടുത്തെ സഹനത്തിന് അനുസരിച്ച് എൻ്റെ ഈ ദുർബലമായ ജീവിതം നയിക്കാനും അങ്ങയുടെ നിത്യജീവിതത്തിൻ്റെ പ്രതിഫലനമാകാനും മറ്റുള്ളവർക്ക് അങ്ങയെ സാക്ഷ്യപ്പെടുത്താനും മറ്റൊരു ദിവസം എനിക്ക് തന്നതിന് നന്ദി. കർത്താവേ, ഈ ദിവസത്തെ എൻ്റെ ആവശ്യങ്ങൾക്കായി ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്നെ സഹായിക്കണമേ. പ്രത്യേകിച്ച് അങ്ങയെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നം എനിക്കുള്ള ഈ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്ന ഈ വ്യക്തിയിൽ അങ്ങ് മറ്റെല്ലാറ്റിനേക്കാളും ഉയർത്തപ്പെടണമേ. കർത്താവേ, മുറിവുകളിൽ നിന്നും കേടുപാടുകളിൽ നിന്നും എൻ്റെ ശരീരത്തെ സംരക്ഷിക്കണമേ. കർത്താവേ, ശാശ്വതമായ ശിക്ഷയിൽ നിന്ന് എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കണമേ. കർത്താവേ, ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ആശ്രയവും ഞങ്ങളുടെ അഭയസ്ഥാനവും അവിടുന്നാകുന്നു. അമ്മേ, മാതാവേ, എൻ്റെ കുടുംബത്തിനെ എല്ലാവിധ തകർച്ചകളിൽ നിന്നും വീണ്ടെടുക്കണമേ. എന്നെ നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും മുൻപിൽ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുവാൻ അമ്മ എന്നെ സഹായിക്കണമേ. എപ്പോഴും അമ്മ എനിക്ക് കാവലായി കൂടെ ഉണ്ടാകണമേ.
അമ്മേ മാതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ അമ്മ ദയ കാണിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ അധ്വാനത്തിൽ നിന്നും അർഹതപ്പെട്ടവർക്ക് ദാനം നൽകുവാനും അവരെ സഹായിക്കുവാനും അവരുടെ ദുഃഖത്തിൽ അവരുടെ കൈ പിടിച്ച് കൂടെ നിൽക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അധ്വാനിക്കാനുള്ള മനസ്സും ആരോഗ്യവും അമ്മ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. അമ്മേ മാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ദുഃഖിതരുടെ ആശ്വാസമേ, ഞങ്ങളുടെ പാപം നിമിത്തമാണ് ഞങ്ങൾ വീണുപോയത്. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ. ജപമാല മാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും അമ്മ പരിപാലിക്കണമേ. അമ്മേ മാതാവേ, ദുഷ്ടാരൂപിയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും വഞ്ചന നിറഞ്ഞ മനുഷ്യരിൽ നിന്നും എപ്പോഴും അമ്മ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈ ലോകത്ത് ശാന്തിയും സമാധാനവും നൽകണമേ. യുദ്ധങ്ങളും കലഹങ്ങളും ഇല്ലാതാക്കണമേ. എല്ലാ രാജ്യങ്ങളും പരസ്പര ധാരണയിലും പരസ്പര ഐക്യത്തിലും ജീവിക്കുവാൻ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, പീഡിതരെയും ബന്ധിതരെയും അമ്മ മോചിപ്പിക്കണമേ. അനാഥർക്കും വിധവകൾക്കും ആരോഗ്യം നഷ്ടപ്പെട്ടവർക്കും അമ്മ സംരക്ഷണം നൽകണമേ. അമ്മേ മാതാവേ, എല്ലാ വഴികളും അടഞ്ഞ തകർന്ന് ജീവിക്കുന്നവർക്ക് ഒരു ആശ്രയമായി, ഒരു സംരക്ഷണമായി അമ്മ കടന്നു ചെല്ലണമേ. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന അനേകം മക്കൾക്ക് ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുവാനും ദൈവസ്നേഹം ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിലൂടെ അനേകർക്ക് മനസ്സിലാകുവാനും അതുവഴി ലോകമെമ്പാടുമുള്ള മക്കൾ ദൈവത്തിലേക്ക് അടുക്കുവാനും കഴിയട്ടെ എന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് സഹായമായി പരിശുദ്ധാത്മാവിനെ നൽകണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും
നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും അമ്മ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരിനെ തുടച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും അമ്മ മറുപടി നൽകണമേ. അമ്മേ, ഞങ്ങൾ ഒരിക്കലും തകർന്നു പോകുവാൻ അനുവദിക്കരുതേ. എപ്പോഴും ഞങ്ങളുടെ വലതു കൈ പിടിച്ച് ഞങ്ങളെ ഉയർത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. അമ്മേ, ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ള അയൽക്കാരെ അമ്മ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും അമ്മ സഹായിക്കണമേ. അമ്മേ, അമ്മ സകലരുടെയും കണ്ണുനീർ തുടയ്ക്കുന്ന എത്രയും ദയയുള്ള അമ്മയാണല്ലോ. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിശ്വാസത്തോടെ അമ്മയോട് യാചിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കണമേ. ഓരോ ദിവസവും നിറഞ്ഞ മിഴികളോടെ വേദനിക്കുന്ന മനസ്സോടെ ഞങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചതൊന്നും പാഴായി പോകില്ല എന്ന് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മേ, മാതാവേ, ഈ ലോകത്തെ പാപങ്ങളുടെ ശിക്ഷ സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത് കുരിശു വഹിച്ച് ഈശോയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും വിട്ടുതരുന്നു. അമ്മ ഇതുവരെ ഞങ്ങൾക്ക് വാങ്ങിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പോലും അറിയാതെ അമ്മ യേശുവിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ ഒരിക്കലും അമ്മ ഞങ്ങളെ കൈവിടില്ലെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളും അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന ഓരോ മക്കളുടെയും നിയോഗങ്ങളിൽ കരുണയായിരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരുടെയും ദുഃഖത്തിൻ്റെയും ക്ലേശങ്ങളുടെയും മേൽ അമ്മ ഇറങ്ങി വരേണമേ. അമ്മേ, യേശുവിനെ കൂടുതൽ അറിയുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ, ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അമ്മ കാണണമേ. അന്യദേശങ്ങളിൽ ജോലിക്കായി പോയിട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് ജോലി നൽകി അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ആദ്യ അത്ഭുതം നടന്നത്
അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആണല്ലോ. അമ്മ പറഞ്ഞാൽ അമ്മയുടെ മകൻ ഒരിക്കലും നിരസിക്കുകയില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യേശു വെള്ളം വീഞ്ഞാക്കിയതുപോലെ പരിശുദ്ധ അമ്മേ, മാതാവേ, പാപിയായ ഈ മക്കളുടെ ജീവിതത്തിലും അമ്മയുടെ മാധ്യസ്ഥതയുടെ അത്ഭുതങ്ങൾ നടത്തണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സംരക്ഷണയിലും മാധ്യസ്ഥത്തിലും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ അമ്മയുള്ളപ്പോൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ ചരിക്കുവാൻ പാപ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തെ തരണം ചെയ്യുവാൻ അമ്മയുള്ളപ്പോൾ അമ്മയുടെ സംരക്ഷണയിൽ, അമ്മയുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധിയിലും പുണ്യത്തിലും അമ്മയെ അനുകരിച്ച് ജീവിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥതവും സഹായവും ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, തുണയും സഹായവുമായി ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമേ. കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എപ്പോഴും നൽകുവാനായി അമ്മ പ്രചോദനമായി, പ്രേരിതമായി. പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ അമ്മ ഒരിക്കലും ഞങ്ങളെ കൈവിടില്ല. കണ്ണുനീർ തുടയ്ക്കുന്ന മാതാവേ, എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ഈ കൂട്ടായ്മയിലൂടെ അമ്മയുടെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും ജീവിത ഭാരങ്ങളും ദുഃഖങ്ങളും കടബാധ്യതകളും മറ്റെല്ലാ പ്രശ്നങ്ങളും അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. ലോക മാതാവേ, ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളെയും ആത്മാവിനെയും ശരീരത്തെയും സമർപ്പിച്ച് അമ്മയുടെ മാധ്യസ്ഥം ആവശ്യപ്പെടുന്നു. ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരുന്നു കൊണ്ട് വിശ്വാസത്തോടെ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോ മക്കളുടെയും പ്രാർത്ഥന അമ്മ കേൾക്കണമേ. പരിശുദ്ധ അമ്മേ, രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. കടഭാരത്താൽ പ്രയാസപ്പെടുന്ന മക്കളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. പല കേസുകളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന മക്കൾ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കൾ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ മക്കളെയും അവിടുന്ന് അമ്മയുടെ വിമല ഹൃദയത്തിൽ സ്വീകരിക്കണമേ. എന്നോടൊപ്പം ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അവരുടെ ജീവിത നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ഏതു കാര്യത്തിലാണോ ഓരോ മക്കളും ഭാരപ്പെടുന്നത്, ആ കാര്യത്തിൽ അമ്മ അവരോട് അലിവായിരിക്കണമേ. പരിശുദ്ധ അമ്മേ,
അങ്ങേ നാമം എപ്പോഴും വിളിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തേണമേ. അമ്മേ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ നാമം ഞങ്ങൾക്ക് ഒരു ആശ്വാസമാണ്. അമ്മയെ വിളിച്ചപേക്ഷിച്ചവരെ, അമ്മയുടെ സഹായം അഭ്യർത്ഥിച്ചവരെ അമ്മ ഒരിക്കലും നിരസിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മുൻപിൽ ഞാൻ എൻ്റെ നിയോഗങ്ങളെ സമർപ്പിക്കുവാനായി താഴ്മയോടെ വന്നിരിക്കുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ഈശോയുടെ തിരുരക്തത്തോട് ചേർത്ത് അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. പ്രാർത്ഥനയുടെ ശക്തിയായി എന്തും സാധ്യമാക്കുവാൻ കഴിവുള്ളവളായ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചു വലിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പീഡകളും ഒരു പ്രാർത്ഥനയായി നിനക്ക് മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ നനവുകളും ഓർമ്മകളും നൊമ്പരങ്ങളും കഷ്ടതകളും സഹനങ്ങളും അമ്മയുടെ രക്തക്കണ്ണീരിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങളോട് അലിവുണ്ടാകണമേ. ദൈവമാതാവേ, എത്ര പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നാലും മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കുവാനും അമ്മയുടെ അരികിൽ ഓടിയെത്തി എല്ലാ ഭാരവും ഇറക്കി വെച്ച് സ്വാതന്ത്ര്യവും സന്തോഷവും സ്വീകരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ശക്തിപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനയിലൂടെ യാചിക്കുന്ന ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ നിയോഗവും ഇവിടെ നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമാതാവേ, അങ്ങേ പ്രിയദാസരായ എല്ലാവരുടെയും യാചനകൾക്ക് അമ്മ ഉത്തരം നൽകണമേ. ദയയുള്ള നാഥേ, അമ്മയുടെ ദാനങ്ങളാൽ ഞങ്ങളെ സമ്പൂർണരാക്കണമേ. അപേക്ഷിച്ചവരെ ഒരു നാളും ഉപേക്ഷിച്ചിട്ടില്ലാത്തവളും എപ്പോഴും സഹായിച്ചിട്ടുള്ളവളുമായ നല്ല മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കടബാധ്യതകളായി കഷ്ടപ്പെടുന്ന അനേകം മക്കളുടെ കണ്ണുനീരിനെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. കടബാധ്യത മാറുന്നതിനു വേണ്ടി അമ്മ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിച്ചാൽ എന്തും തരും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ദൈവപുത്രൻ്റെ തിരുസന്നിധിയിലേക്ക് അമ്മ ഞങ്ങളുടെ എല്ലാ വേദനകളും സമർപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ അടങ്ങിപ്പോയ വാതിലുകളും തുറക്കപ്പെടട്ടെ. ഞങ്ങളുടെ കണ്ണുനീർ അമ്മ തുടയ്ക്കണമേ. ഈ പ്രാർത്ഥന ചൊല്ലി അപേക്ഷിക്കുന്ന
ഞങ്ങളെ ആരെയും അമ്മ നിരാശരായി മടക്കി അയക്കരുതേ. ഞങ്ങളുടെ കണ്ണുനീരിന് മറുപടി തന്ന് സഹായിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, കരുണയുള്ള മാതാവേ, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമായ അവിടുന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരേണമേ. സൂര്യനെ ഉടയാടയാക്കിയവളും ചന്ദ്രനെ പാദപീഠമാക്കിയവളുമായ ദൈവമാതാവേ, ഞങ്ങളും ലോകജനത മുഴുവനും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.